ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിന് ഇന്ന് രാത്രിയിലും മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വലിയൊരു വചനവുമായിട്ട് പ്രിയ സഭയോട് ചേർന്ന് ഒരുമിച്ചായിരിക്കാൻ ഇന്ന് രാത്രിയിലും കർത്താവ് സഹായിച്ചല്ലോ. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പഠന പരമ്പരയിലെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്ന് എന്നെ ഫലമേൽപ്പിച്ചത്. കർത്താവ് അനുവദിക്കുമെങ്കിൽ അടുത്ത ആഴ്ച മുതൽ മറ്റൊരു ദൈവദാസനായിരിക്കും ദൈവത്തിൻ്റെ വിലയേറിയ വചനം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഈ അവസാന ക്ലാസ്സിലും കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവനാമത്തിൽ ഓരോരുത്തരോടും ഞാൻ പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. വിശേഷാൽ ഈ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ച കോട്ടയം സഭയോട്, സ്ഥലം സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ സഹോദരന്മാരോടും കർത്താവിൻ്റെ നാമത്തിലുള്ള ഹൃദയംഗമായ നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പഠിക്കുവാനും അത് ചെറിയ അളവിൽ ദൈവജനത്തിൻ്റെ മധ്യത്തിൽ അവതരിപ്പിക്കുവാനും ദൈവം എളിവനായ എന്നെയും ഉപയോഗിച്ചതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ദൈവജനത്തിന് അനുഗ്രഹമായിരുന്നു എന്ന് കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും ദൈവം മുമ്പാകെ അർപ്പിക്കുകയാണ്. പ്രിയ വർഗീസ് കുട്ടി ഇപ്പോൾ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ ദൈവത്തിൻ്റെ വിലയേറിയ വചനം ആവർത്തിച്ച് കേൾക്കുവാനും അതിൽ ചില പ്രധാനപ്പെട്ടതായ വിഷയങ്ങൾ വാസ്തവമായ ഹൃദയങ്ങളോട് സംസാരിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് അത് ഒരുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. ദൈവം നമ്മോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം അത് അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായിട്ട് നാം മുതിരുമ്പോൾ അത് ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ തുടരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വീണ്ടും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാം ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തെ പണിയുക എന്നുള്ള ടൈറ്റിലാണ് ഈ വിഷയം ആരംഭിക്കുവാനിടയായിട്ട് തീർന്നത്. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ് അന്ന് വായിച്ചത്, ആരംഭിച്ചത്. അന്ന് പഴയ നിയമത്തിൽ പണിതിരിക്കുന്നതായിരിക്കുന്ന വിശുദ്ധ മന്ദിരം ഒരു കെട്ടിടത്തോട് അല്ലെങ്കിൽ ഒരാലയത്തോട് ബന്ധപ്പെട്ടാണ് പണിതിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നാം അത് ഓർക്കുവാനിടയായിട്ട് തീർന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം എന്നുള്ളത് ഞാനും നിങ്ങളുമാണ് എന്നുള്ളത് പരിശുദ്ധാത്മാവായ ദൈവം കൊരിന്ത്യ വിശ്വാസികളുടെ മുമ്പാകെ വ്യക്തമായിട്ട് ആ സത്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് വളരെ ശക്തമായിരിക്കുന്ന ഭാഷയിൽ ദൈവത്തിൻ്റെ ആത്മാവ് മുഖാന്തരം കൊരിന്ത്യ വിശ്വാസികളോട് സംസാരിക്കുന്നതായ കാര്യം നാം ധ്യാനിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നതാണ്. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തെ പണിയുവാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നാം ഓർത്ത ഒന്നാമത്തെ കാര്യം, ആ വിശുദ്ധ മന്ദിരം എന്നുള്ള ആ പ്രക്രിയ അല്ലെങ്കിൽ ആ പ്രവൃത്തി നാം രക്ഷിക്കപ്പെട്ടവരായിരിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമായിട്ട് നാം ഓർക്കുകയുണ്ടായി. നാം രക്ഷിക്കപ്പെട്ടവരായിരിക്കണമെന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഓരോന്നോരോന്നായിട്ട് നാം ചിന്തിക്കുകയുണ്ടായി. ഒന്ന്, നാം വിളിക്കപ്പെട്ടവരാണെന്ന് ഓർമ്മിക്കുകയുണ്ടായി. 2, നാം വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നവരാണെന്ന് ഓർമ്മിപ്പിക്കുകയുണ്ടായി. 3, നാം വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന് നാം ഓർക്കുവാനിടയായിട്ട് തീർന്നു. ആ നിലയിൽ ദൈവം നമ്മെ വിളിച്ചു, വേർതിരിച്ചു. ദൈവത്തിൻ്റെ മന്ദിരം പണിയുവാനായിട്ടുള്ള ആ വലിയ ശുശ്രൂഷ ദൈവം നമ്മെ ഏൽപ്പിച്ചു. ഇന്ന് നാം ആയിരിക്കുന്നതായ വിശുദ്ധ മന്ദിരത്തെ ഓരോ ദിവസവും പണിതുകൊണ്ടിരിക്കുന്ന ആ അനുഗ്രഹീതമായിരിക്കുന്ന പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ നാം ചില കാര്യങ്ങൾ ഓർക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. 2-ാമത്തെ ക്ലാസ്സിൽ നാം ഓർത്തത് ഇപ്രകാരമാണ്: വിശുദ്ധ മന്ദിരത്തെ പണിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രായോഗിക വിശുദ്ധീകരണത്തിൻ്റെ അനിവാര്യത അത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അത് വളരെ വിലയേറിയതാണ്. വിശുദ്ധീകരണം എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമായിട്ട് നമുക്ക് ഓർക്കുവാനിടയായിട്ട് തീർന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓർത്തത് ഇങ്ങനെയാണ്:
ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തെ പണിയുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരു മാനസാന്തര അനുഭവം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മാനസാന്തരപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും അവിടുന്ന് ഇവിടെ നോക്കിയായിട്ട് പല കാര്യങ്ങൾ ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇന്ന് രാത്രിയിൽ ഈ വിഷയം സംബന്ധിക്കുന്ന ഈ വിഷയം തീരുന്നില്ല, എന്നാൽ ഈ ക്ലാസിന്റെ അവസാനത്തെ രാത്രി എന്നുള്ളതായ നിലയിൽ നാം ചിന്തിക്കുമ്പോൾ നാലാമതായിട്ട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, വിശുദ്ധ മന്ദിരത്തെ പണിയുന്നതായ ഒരു വ്യക്തി ദൈവിക ശുശ്രൂഷയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ആ ദൈവിക ശുശ്രൂഷയിലെ വിശ്വസ്തത ദൈവം വളരെ ഗൗരവമായിട്ട് നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഇന്ന് രാത്രിയിൽ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം. ഞാനും നിങ്ങളും വിശുദ്ധ മന്ദിരത്തെ പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതത്തിലും വിശുദ്ധ മന്ദിരം പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതീവ ഗൗരവയോടുകൂടെ അതീവ ഗൗരവമായി കാണേണ്ടതായ കാര്യം എന്നുള്ളതായ നിലയിൽ നാം ചില സത്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുവാനിടയായി. ഇന്ന് രാത്രിയിലും ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. ദൈവിക ശുശ്രൂഷയിലെ വിശ്വസ്തതയ്ക്ക് വലിയ പ്രാധാന്യതയുണ്ട്. ദൈവമന്ദിരത്തെ പണിയുവാനായിട്ട് അത് ഇന്ന് നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞു. ദൈവത്തിന്റെ സഹായത്താൽ, ദൈവത്തിന്റെ കൃപയാൽ ഞാനും നിങ്ങളും ദൈവത്തിനു വേണ്ടി പണിയുകയാണ്. ദൈവത്തിനു വേണ്ടി, ആ വാക്ക് വളരെയധികം പ്രാധാന്യത അർപ്പിക്കുന്നുണ്ട്. ഞാൻ ആ വാക്കിന് ഉപോത്ബലമായ ചില വാക്യങ്ങൾ പിന്നീട് വായിക്കുന്നതായിരിക്കും. ദൈവത്തിനു വേണ്ടി പണിയപ്പെടുന്നതായ ശുശ്രൂഷ. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടതാണ്. ദൈവത്തിനായി മാത്രം സമർപ്പിക്കപ്പെട്ടതായിരിക്കണം. അങ്ങനെ ഞാനും നിങ്ങളും ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തെ പണിയുമ്പോൾ ആ പ്രവൃത്തിയിൽ ഞാനും നിങ്ങളും, അല്ല എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ടുന്ന വിശ്വസ്തതയ്ക്ക് ഒരുപാട് പ്രാധാന്യത വിശുദ്ധ ബൈബിളിൽ നിന്നും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇതൊരു വലിയ വിഷയമാണ്. ഇതൊരു പ്രധാനപ്പെട്ടതായ വിഷയവുമാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ പല പഠനങ്ങൾ അല്ലെങ്കിൽ പല ചിന്തകൾ ഇതിനോടകം ചിന്തിക്കുവാനൊക്കെ ഇടയായി തീർന്നു. അത് ഈ ഒരു ക്ലാസ് കൊണ്ടൊന്നും പറഞ്ഞ് തീർക്കുവാനായിട്ട് കഴിയുന്നതായ ഒരു കാര്യമായിട്ടല്ല ഇരിക്കുന്നത്. ധാരാളം കാര്യങ്ങൾ ഈ വിഷയത്തോട് ചേർത്ത് ബൈബിളിൽ നിന്നും ഓരോ സംഭവങ്ങൾ എടുത്ത് വിവരിക്കുവാനുള്ള താല്പര്യമുണ്ട് എന്നുള്ളത് അറിയാം. എങ്കിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കേണ്ടതായതുകൊണ്ട് വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ദൈവിക ശുശ്രൂഷ ദൈവത്തിനായിട്ട് ചെയ്യുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും വ്യക്തിപരമായി ഗൗരവമായി എടുക്കേണ്ടതായ ഒരു കാര്യമായിട്ട് ഇരിക്കുന്നു. എന്നാൽ ഇന്ന് അനേക സ്ഥാനങ്ങളിൽ ഈ ശുശ്രൂഷ ചെയ്യുന്ന എനിക്കും നിങ്ങൾക്കും വീഴ്ച സംഭവിച്ചു പോയി എന്നുള്ളത് ദൈവം മുമ്പാകെ ഞാനും നിങ്ങളും തുറന്ന് സമ്മതിച്ചേ മതിയാകുള്ളൂ. അത് വളരെ യാഥാർത്ഥ്യമാണ്. ദൈവം മുമ്പാകെ നമ്മുടെ ഹൃദയങ്ങളെയോ നമ്മുടെ പ്രവൃത്തിയോ ആർക്കും മൂടി വെക്കുവാനായിട്ട് കഴിയുന്നതല്ല. അത് ദൈവം മുമ്പാകെ വ്യക്തമായി ദൈവത്തിന് അറിയാനായിട്ട് കഴിയുന്നു. എന്റെയും നിങ്ങളുടെയും ഈ ശുശ്രൂഷ, ദൈവിക ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കുന്ന അവിശ്വസ്തത നിമിത്തം ദൈവമന്ദിരത്തെ പണിയേണ്ടതുപോലെ പണിയുവാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥ നമ്മിൽ എല്ലാവരിലും ഉണ്ട് എന്നുള്ളത് ഇന്ന് രാത്രി ദൈവം മുമ്പാകെ തുറന്ന് സമ്മതിച്ചേ മതിയാകുള്ളൂ. വിശുദ്ധ മന്ദിരത്തെ പണിയുന്ന ശുശ്രൂഷ വിശ്വസ്തമായിരിക്കണം. മാത്രവുമല്ല, ദൈവിക ശുശ്രൂഷ എന്ന നിലയിൽ അതീവ പ്രാധാന്യം കൊടുക്കേണ്ടതായ ഒരു ഘടകമായിട്ടാണ് വിശ്വസ്തത എന്ന വിഷയം നിൽക്കുന്നത്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിൽ സമാഗമന കൂടാരം പണിയുവന്ന ആ പണിയോടുള്ള ബന്ധത്തിൽ അവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ചില വാക്കുകൾ ഞാനൊന്ന് പറഞ്ഞു പോകട്ടെ. ദൈവിക താല്പര്യപ്രകാരം, ദൈവത്തിന്റെ തീരുമാനപ്രകാരം, ദൈവത്തിനായി നാം പണിയുമ്പോൾ 3 പ്രധാനപ്പെട്ടതായ വാക്കുകൾ
നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഒന്ന്, ദൈവിക താല്പര്യപ്രകാരമാണ് ഞാൻ പണിയുവാനായിട്ട് ആഗ്രഹിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ പണിയേണ്ടത്. ദൈവിക താല്പര്യപ്രകാരം ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക താല്പര്യമുണ്ടാകുന്നു. നമ്മെ കൊണ്ട് ഇത് പണിയിപ്പിക്കണം, ഞാൻ ഇത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. എല്ലാവരെയും എല്ലാ നിലയിലും ദൈവം തന്നെ പണിക്കായിട്ട് എടുത്തിട്ടില്ല, തെരഞ്ഞെടുത്തിട്ടില്ല. എന്നാൽ ചില പ്രത്യേകമായിരിക്കുന്ന ശുശ്രൂഷകളെ ചെയ്യുവാനായിട്ട് ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും ദൈവം അത് ചെയ്തിട്ടുണ്ട്. ഈ കാലത്തും ദൈവാത്മാവ് അത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതായത് ഇങ്ങനെ മനസ്സിലാക്കണം, അത് ദൈവത്തിന്റെ താല്പര്യപ്രകാരമാണ്. നമുക്കറിയാം, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോഴും ധാരാളം കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. നിങ്ങളുടെ പഠനത്തിനായിട്ട് ഞാൻ ആ കാര്യം വിട്ടുതരികയാണ്. രണ്ടാമത്തെ വാക്കിതാണ്, ദൈവത്തിന്റെ തീരുമാനപ്രകാരമാണ് ഇത് ചെയ്യേണ്ടത്. ദൈവം ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു, ഇതെങ്ങനെയാണ് പണിയേണ്ടത്, ഇതേത് നിലയിലാണ് പണിയേണ്ടത്, ഇതുകൊണ്ടുണ്ടാകേണ്ടതായിരിക്കുന്ന ആ ഗുണമെന്താണ്, ഇതുകൊണ്ട് സംഭവിക്കേണ്ട ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം താല്പര്യപ്പെടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ടതായ വാക്ക്, ഈ പണി ദൈവത്തിനായിട്ടുള്ള പണിയാണ്. ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നാം അത് ചെയ്യുന്നത്. നമ്മുടെ താല്പര്യപ്രകാരമല്ല, നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, നാം പണിയേണ്ടതായ രീതിയിൽ അല്ല. നാം കൂടാരം പണിയുമ്പോൾ അതിനോടനുബന്ധിച്ചത്, ഞാൻ പർവ്വതത്തിൽ നിനക്ക് കാണിച്ചു തന്നതായ പ്രകാരം, പർവ്വതത്തിൽ വെച്ച് നിനക്ക് മുമ്പാകെ വെളിപ്പെടുത്തി തന്നതായ നിലയിൽ, രീതിയിൽ, അത് ദൈവത്തിന്റെ തീരുമാനമാണ്. അങ്ങനെ പണിയാവൂ, അങ്ങനെ പണിയാവൂ. മഴ എന്തെന്ന് അറിയത്തില്ല, പെട്ടകം എന്തെന്ന് അറിയത്തില്ലാത്ത നോഹയോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പണിയണം, ഇങ്ങനെ പണിയണം, അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടേതായിരിക്കുന്ന ചിന്താഗതിയിലേക്ക് പോകുവാൻ ഇടയാകരുത്. പർവ്വതത്തിൽ കാണിച്ചു നൽകപ്പെട്ടതായിരിക്കുന്ന മാതൃക പ്രകാരം അതിനെ പണിയണം. മൂന്നാമതായി നാം ചിന്തിച്ച വാക്ക്, ദൈവത്തിനായിട്ടാണ് പണിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് വാക്കുകളുടെ മുമ്പിൽ ഫെയ്ത്ത്ഫുൾനെസ് അഥവാ വിശ്വസ്തത എന്ന വാക്കിന്റെ പ്രാധാന്യത നമുക്ക് ധ്യാനിക്കാൻ കഴിയുന്നുണ്ടോ, ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, ദൈവത്തിന്റെ താല്പര്യം, ദൈവത്തിന്റെ തീരുമാനം, ദൈവത്തിനായി. ഈ മൂന്ന് വാക്കുകളെ മാത്രം ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ മൂന്ന് വാക്കുകളിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്നാണ് വിശ്വസ്തത എന്നുള്ളത്. ദൈവത്തിന്റെ മന്ദിരത്തെ പണിയുമ്പോൾ ദൈവിക ശുശ്രൂഷയിലെ വിശ്വസ്തത ദൈവം നോക്കിക്കാണുന്നു എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും വാസ്തവമായ തിരിച്ചറിവിലേക്ക് പരിശുദ്ധാത്മാവായ ദൈവം ഈ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പണി ദൈവത്തിന്റെ സഹായത്താൽ നാം ചെയ്യുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതും നാം വിശ്വസ്തരായിരിക്കണമെന്ന് തന്നെയാണ്. എന്നാൽ ഒരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്, നാം എത്രത്തോളം ദൈവം മുമ്പാകെ ഈ വിഷയം സംബന്ധിച്ച് വിശ്വസ്തരാണ്? നമ്മെ ഏൽപ്പിച്ചതായിരിക്കുന്ന ഈ പണി വിശ്വസ്തതയോടുകൂടെ ദൈവത്തിനായി ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ധാരാളം പ്രാവശ്യങ്ങളിൽ നേരിട്ടും അല്ലാതെയും ഒക്കെ ആയിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ശുശ്രൂഷയിലെ വിശ്വസ്തത എന്നുള്ളത്. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിലും ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിലും ഒക്കെ ധാരാളം പ്രാവശ്യങ്ങളിൽ ഈ വാക്ക് കാണാൻ കഴിയുന്നുണ്ട്. നാം ഇന്ന് അതിലെ ചില വാക്കുകളൊക്കെ ഒന്ന് പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു പോകാനായിട്ടാണ് ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നത്. നാം തീമോഥെയോസ് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പരിചയമുള്ളൊരു വാക്യമാണ്. തീമോഥെയോസ് എഴുതിയ 2-ാം ലേഖനം
2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, ദൈവം നമ്മോട് വിശ്വസ്തനായിരിക്കുന്നു. ആ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ വായിപ്പിക്കാഞ്ഞത്. ദൈവം നമ്മോട് വിശ്വസ്തനായിരിക്കുന്നു, തന്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ലല്ലോ എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. ദൈവം നമ്മോട് വിശ്വസ്തനായിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ മാനസാന്തര അനുഭവത്തെ പറ്റി നാം പഠിച്ചപ്പോൾ ഞാൻ ഒരു വാക്ക് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. എല്ലായിടത്തും എല്ലാവരും. ആ എല്ലാവരും എന്നുള്ള പ്രയോഗത്തിൽ എല്ലാവരുമുണ്ട്. ആരെയും അതിനകത്ത് ഒഴിച്ചു മാറ്റിയിട്ടില്ല. ആർക്കും, എല്ലാവർക്കും അത് ആവശ്യമാണ്. വിശ്വാസികൾക്ക് മാത്രമല്ല, ദൈവസഭയുടെ നേതൃനിരയ്ക്കും ദൈവസഭയിലെ ശുശ്രൂഷകന്മാർക്കും ദൈവദാസന്മാർക്കും എല്ലാവർക്കും ബാധകമായ ഒരു കാര്യം, അനുദിനം മാനസാന്തര അനുഭവം ഉണ്ടാകണം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രായോഗികമായിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ, ദൈവിക ശുശ്രൂഷയിൽ വിശ്വസ്തരായിരിക്കുക എന്ന് പറയുന്നത് എല്ലാ മേഖലയിലുമാണ്. എല്ലാ മേഖലയിലും. ഒരു മന്ദിരത്തെ പണിയുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു വാക്കിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് ദൈവിക ശുശ്രൂഷ എന്നുള്ളതാക്കുന്ന വാക്കെന്നത് ആരും തെറ്റിദ്ധരിക്കരുത്. ഇതെല്ലാം ഒരു ശുശ്രൂഷയുടെ ഭാഗമായിട്ട് വരുന്നതായ കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചില വാക്യങ്ങളിലേക്ക് ഒന്ന് എളുപ്പം പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ശുശ്രൂഷയുടെ പ്രാധാന്യത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദിവസങ്ങളിൽ ഈ വാക്യങ്ങൾ എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കുവാൻ ഇടയായതുകൊണ്ട് 2-3 വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. ആദ്യമായിട്ട് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം, എല്ലാവരും ഒന്ന് എടുക്കണേ ദയവേത്. ഫസ്റ്റ് തെസ്സലോനിയൻസ്, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാൻ കഴിയുമോ? ഒന്ന് ശ്രദ്ധിച്ചോണേ. നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങൾ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായിട്ട് നമുക്ക് സഹോദരനെ ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകരുമായ തിമോഥെയോസ് അയച്ചു. അവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. തീമത്തിയോസ് എന്നതായിരിക്കുന്ന ഒരു ശുശ്രൂഷകന് കൊടുത്തിരിക്കുന്ന ഒരു 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 എന്താ ഇതിന് പറയുന്നത്, ഒരു സ്ഥാനപ്പേര് പരിശുദ്ധാത്മാവായ ദൈവം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തീമത്തിയോസ്. ഇത് എന്ത് ശുശ്രൂഷയാണ് എന്നിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2-ാമത്തെ വാക്യത്തിന്റെ മധ്യഭാഗത്ത് വായിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തീമത്തിയോസിനെ അയച്ചു. ഈ വാക്കിൽ അടങ്ങിയിരിക്കുന്ന ഗൗരവത്തെ ഈ പദപ്രയോഗം ചൂണ്ടിക്കാണിക്കുന്നില്ലേ? ഇവിടെ ഒരു കാര്യം പ്രബോധിപ്പാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക? നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും, അതായത് ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടത് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും, നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായിട്ട് നമ്മുടെ സഹോദരനും. ആ വാക്കിന്റെ ഗൗരവം പ്രിയപ്പെട്ടവരെ ആരും വിസ്മരിച്ചുകൂടാ. പരിശുദ്ധാത്മാവായ ദൈവം ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനായിട്ടുള്ള പ്രബോധനത്തിൽ. അപ്പൊ പ്രബോധനം കൊണ്ട് സാധിക്കേണ്ടതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനുള്ളതായിരിക്കുന്ന പ്രബോധനത്തിൽ, ആ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനായിരിക്കുന്ന തീമത്തിയോസ്. എനിക്കും നിങ്ങൾക്കും ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ലഭിച്ചിരിക്കുന്ന സ്ഥാനപ്പേര് ദൈവത്തിന്റെ ശുശ്രൂഷകൻ എന്നുള്ളതാണെങ്കിൽ, ഈ ശുശ്രൂഷ ദൈവത്തിനായിട്ടാണ് ചെയ്യുന്നത്. ദൈവത്തിനായിട്ട് ചെയ്യുന്ന ശുശ്രൂഷ വിശ്വസ്ത
ശക്തമായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് വീണ്ടും കടന്നു വരാം. മറ്റൊരു വാക്യം നോക്കാമോ? കൊലോസ്യ ലേഖനം, ഒറ്റ പേജും കൊണ്ട് മറിച്ചാൽ മതി, എല്ലാവരും ആ വാക്യം ഒന്ന് എടുക്കണം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നോക്കാമോ? കൊലോസ്യ 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഇങ്ങനെ നിങ്ങൾ പ്രിയ സഹവൃത്യനായ എപ്പഫ്രൊദിത്തോട് പഠിച്ചിട്ടുണ്ടല്ലോ, അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാണ്. ഇവിടെ തീമത്തിയോസിന് എഴുതിയിരിക്കുന്ന മറ്റൊരു വാക്ക് ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ കൊലോസ്യ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ എപ്പഫ്രാസിനോടുള്ള ബന്ധത്തിൽ ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകൻ. നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ആ പദപ്രയോഗം കൂടെ കൂട്ടിയാണ് ഈ വാക്ക് ഇവിടെ വന്നിട്ടുള്ളത്. തീമത്തിയോസിനെ കുറിച്ച് ദൈവത്തിന്റെ ശുശ്രൂഷകൻ. ഇവിടെ ഇവിടെ വായിക്കുമ്പോൾ നാം വായിച്ചത് ഇങ്ങനെയാണല്ലോ, അതായത് 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണല്ലോ കണ്ടത്. എപ്പഫ്രാസിനെ സംബന്ധിച്ച് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ഇപ്പോൾ വായിച്ച വാക്യം, അവൻ നിങ്ങൾക്ക് വേണ്ടി, 8-ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകൻ. ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകൻ. പ്രിയപ്പെട്ടവരെ, വാക്കുകളിൽ ഈ വിഷയം പറഞ്ഞു പോകുമ്പോൾ ഇതിന്റെ പ്രാധാന്യത എത്രമാത്രം വലുതായിരിക്കുന്നു. കൊലോസ്യ ലേഖനം തന്നെ 1-ാം അധ്യായത്തിന് 23-ാമത്തെ വാക്യം നോക്കി. 23-ാമത്തെ വാക്യം, ആകാശത്തിന് കീഴെ ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേൾക്കുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന്, അതായത് സുവിശേഷത്തിന്റെ ശുശ്രൂഷകൻ. ആദ്യത്തെ വാക്ക് ദൈവത്തിന്റെ ശുശ്രൂഷകൻ, അവിടെ പ്രാധാന്യത ദൈവത്തിനാണ്. രണ്ടാമത് വായിച്ചത് ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകൻ, അവിടെ പ്രാധാന്യത അവിടുത്തെ വ്യക്തിത്വം ക്രിസ്തു എന്നുള്ളതാണ്. ഇവിടെ പ്രാധാന്യത സുവിശേഷത്തിന്റെ പ്രാധാന്യത, സുവിശേഷത്തിന്റെ ശുശ്രൂഷകൻ. ഈ വാക്കുകളിൽ ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ഈ വാക്കുകളെ നാം പരിശോധിക്കുമ്പോൾ ഈ വാക്കുകൾ ഉൾപ്പെട്ടതായിരിക്കുന്ന ശുശ്രൂഷയുടെ പ്രാധാന്യം ഒന്ന് ഗ്രഹിക്കാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? നാം ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തെ പണിയുന്നവരാണ്, പണിതുകൊണ്ടിരിക്കുന്നവരാണ്. ആ പണിയിൽ നമുക്കുണ്ടാകേണ്ട വിശ്വസ്തത എന്ന് പറയുമ്പോൾ ഈ മന്ദിരത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നവർക്ക് മാത്രമാണ് അത് സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരു വാക്യോട് 25-ാമത്തെ വാക്യോട് വായിക്കുക. 1-ാം അധ്യായം കൊലോസ്യർ 1-ാം അധ്യായം 25-ാമത്തെ വാക്യം. ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അപ്പൊ ചില വാക്കുകൾ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ആവർത്തിക്കുകയാണ് കേട്ടോ, ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി. ദൈവത്തിന്റെ ശുശ്രൂഷകൻ, ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകൻ. പിന്നെ 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലാണ് നാം അത് കണ്ടത്. ഇനി 3-ാമത്തെ പ്രയോഗം സുവിശേഷത്തിന്റെ ശുശ്രൂഷകൻ. ഇവിടെ 4-ാമത്തെ പ്രയോഗം സഭയുടെ ശുശ്രൂഷകൻ. ദൈവം, ക്രിസ്തു, പിന്നെ സുവിശേഷം, സഭ. ഒന്നും കൂടെ പറയാം: ദൈവം, ക്രിസ്തു, സുവിശേഷം, സഭ. ഈ 4 വാക്കുകളുടെ ഗൗരവം, അല്ലെങ്കിൽ ഈ 4 വിഷയങ്ങളുടെ ഗൗരവത്തെ പ്രിയപ്പെട്ട ദൈവജനമേ നാം ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിന്റെ ശുശ്രൂഷകൻ, ആ പേര് വളരെ വളരെ എന്താ പറയുക, വളരെ ഗൗരവമുള്ളതായ ഒന്നാണ്. ഞാൻ ദൈവത്തിന്റെ ശുശ്രൂഷകൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷെങ്കിൽ നമുക്ക് അഭിമാനിക്കാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ ദൈവിക ശുശ്രൂഷയിലേക്ക് ദൈവം എന്നെ വിളിച്ചല്ലോ,
ഈ ദൈവികമായ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചല്ലോ. വളരെ നല്ല കാര്യമാണ്. ദൈവം അത് ചെയ്തു. എന്നാൽ ആ സ്ഥാനം വഹിക്കുന്നതായ പ്രാധാന്യം, അതിനനുസരിച്ചുള്ളതായിരിക്കുന്ന ഒരു ശുശ്രൂഷയും ജീവിതവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. നമ്മുടെ ഭാഗത്തുനിന്ന് ഇതിനോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന അനേക വാക്യങ്ങൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പല സ്ഥലങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. നാം കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാവുന്ന വാക്യം അവിടെയുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളായി നിരന്നുകൊള്ളുവിനെന്ന് ദൈവം അപേക്ഷിക്കുന്നതായ ഒരു വാക്യം അവിടെ വായിപ്പാൻ കഴിയുന്നുണ്ട്. ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികൾ. വി ആർ ദി അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സ്ഥാനാപതി. ആ സ്ഥാനാപതി എന്ന സ്ഥാനത്ത് ഒരു ദാസനായി ശുശ്രൂഷിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്ഥാനാപതിയായി ഞാൻ ഈ രാജ്യത്തെ സേവിക്കുമ്പോൾ, ഈ ദൈവരാജ്യത്തെ സേവിക്കുമ്പോൾ, ആ സേവനത്തിൽ എനിക്കുള്ള വിശ്വസ്തത അത് എത്ര ഗൗരവമുള്ളതാണ്. ഞാൻ ഈ ഭാഗം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് പഴയ നിയമത്തിലെ ഒരു വേദഭാഗത്തിലേക്കാണ്. എല്ലാവരും എന്നോട് സഹകരിക്കണം. അവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന 1-2 വാക്കുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് പെട്ടെന്ന് കൊണ്ടുവരുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകത്തിലേക്ക് ഒന്ന് എളുപ്പം കടന്നു വരാം. ശമൂവേൽ എഴുതിയ 1-ാമത്തെ പുസ്തകം, ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 2, 2-ാമത്തെ അധ്യായം. ഇവിടെ ഈ ഇപ്പോൾ നാം ചിന്തിച്ചാക്കുന്ന 4 വാക്കുകൾ അത് മറന്നു പോകരുത്. ദൈവം, ക്രിസ്തു, സുവിശേഷം, സഭ. പുതിയ നിയമത്തിൽ നിജപുത്രനായിരിക്കുന്ന തീമത്തിയോസിനോടുള്ള ബന്ധത്തിൽ, എപ്പഫ്രാസിനോടുള്ള ബന്ധത്തിലും നാം ഇപ്പോൾ വായിച്ചതായിരിക്കുന്ന ഈ 4 വാക്കുകൾ അതീവ പ്രാധാന്യതയോടുകൂടെ നാം നോക്കിക്കാണണം. പ്രധാനപ്പെട്ടത് തന്നെയാണ്. പഴയ നിയമത്തിൽ ദൈവം എന്താ ചെയ്തത്? ഒരു വാക്യം ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. പല കാര്യങ്ങളുണ്ട്. ഞാൻ അവിടെ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 27-ാമത്തെ വാക്യം. 1 ശമൂവേൽ 2-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം നിർത്തി ഒന്ന് വായിച്ചു കേൾക്കാം. ഒരു ദൈവപുരുഷൻ ഏലിയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ശ്രദ്ധിക്കണേ. നിന്റെ പ്രതിഭവനം മിസ്രയീമിൽ ഫറവോന്റെ ഗൃഹത്തിന് അടിമകളായിരുന്നപ്പോൾ ഞാൻ അവർക്ക് വെളിപ്പെട്ടു നിശ്ചയം. 28-ാം വാക്യം. എന്റെ യാഗപീഠത്തിന്റെ മേൽ കയറുവാനും ധൂപം കാട്ടുവാനും എന്റെ സന്നിധിയിൽ ഏഫോദ് ധരിപ്പാനും ഞാൻ അവനെ ഇസ്രായേലിന്റെ സകല ഗോത്രത്തിൽ നിന്നും എനിക്ക് പുരോഹിതനായി തെരഞ്ഞെടുത്തു. ദൈവം താൻ തന്നെ അതീവ പ്രാധാന്യം മുന്നിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞതായിരിക്കുന്ന ഈ വാക്കുകൾ നാം വായിച്ചു കേട്ടല്ലോ. ഇവിടെ ഉപയോഗിക്കപ്പെട്ട ചില വാക്കുകൾ നോക്കണം. ഞാൻ അവർക്ക് വെളിപ്പെട്ടു, നിന്റെ ഭവനം, എന്നെ ഉൾപ്പെടുത്തി പറയാണ്, നിന്റെ പിതൃഭവനം മിസ്രയീമിലായിരുന്നു. ഞാൻ അവർക്ക് വെളിപ്പെട്ടു നിശ്ചയം. 28-ാം വാക്യം. എന്റെ യാഗപീഠം. ഇനി അടുത്തത്, എന്റെ സന്നിധിയിൽ. അടുത്ത വാക്ക്, ഞാൻ അവനെ. അടുത്ത പ്രയോഗം, എനിക്ക് പുരോഹിതനായി തെരഞ്ഞെടുത്തു. അധികം വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യം തോന്നുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ. എന്റെയും നിങ്ങളുടെയും മേലുള്ള ശുശ്രൂഷയുടെ മുമ്പിൽ
ദൈവത്തിന്റെ ഈ പ്രവൃത്തി, ദൈവത്തിന്റെ ഈ വാക്കുകളുടെ ഘനം, അതിന്റെ ഗൗരവം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? എന്നെയും നിങ്ങളെയും ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്തെ കുറിച്ചുള്ള വാസ്തവമായ ചിത്രം നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നുണ്ടോ? ദൈവിക ശുശ്രൂഷയിലെ വിശ്വസ്തത, ഇതിങ്ങനെ എന്താ പറയുക, കേവലം ചില വാക്കുകളിൽ മാത്രം പറഞ്ഞു പോകുവാനായിട്ട് കഴിയുന്നത് അല്ല. നമ്മുടെ ഹൃദയത്തെ വാസ്തവമായി ദൈവ സന്നിധിയിൽ ഇരുത്തി വളരെ സൂക്ഷ്മമായും ഗൗരവമായും ചിന്തിക്കേണ്ടതായ ഒരു വലിയ വിഷയമായിട്ടാണ് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചത്. എനിക്കിത് പറയാതിരിക്കാൻ പറ്റുന്നതല്ല. എന്നാൽ ഇന്ന് അതിന് വിരുദ്ധമായിട്ട്, ഇന്ന് ഇതിന്റെ പ്രാധാന്യത മനസ്സിലാക്കാതെ എന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലാക്കിയിട്ടുള്ളവർ തന്നെയാണ് നാം വചനത്തിൽ പരിജ്ഞാനമുള്ളവർ തന്നെയാണ്. ദൈവവചനം നന്നായിട്ട് ശുശ്രൂഷിക്കുന്നവരും ദൈവവചനം നന്നായിട്ട് വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. എന്നാൽ ഈ നാളുകളിൽ ഇതിന്റെ പ്രാധാന്യം നമ്മൾ നന്നേ കുറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ള ആ നഗ്ന സത്യം നാം എന്താ വേണ്ടത്, ശ്രദ്ധിച്ച് മതിയാകും. ഇവിടെ ദൈവം താൻ തന്നെ പറയുന്ന ചില വാക്കുകൾ ഞാൻ ഇനി ആവർത്തിക്കുന്നില്ലത്. അതിനകത്ത് ഒരു പദപ്രയോഗം മാത്രം ഞാൻ പറയട്ടെ. എനിക്ക് പുരോഹിതനായി തിരഞ്ഞെടുത്തു. എനിക്ക് ശേഷം നടന്നായിരിക്കുന്ന സംഭവങ്ങൾ അതീവ ഗൗരവത്തോടുകൂടെ ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. ജോസുമോനെ, എല്ലാ വാക്യം ഇനി വായിപ്പാൻ സമയമില്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ ഏലിയുടെ ഭാഗത്തുണ്ടായതായിരിക്കുന്ന പ്രശ്നം എന്താണെന്ന്, അല്ലെങ്കിൽ ഏലി മുഖാന്തരം തന്റെ ജനത്തിന്റെ ഭാഗത്തുണ്ടായ പ്രശ്നം എന്താണെന്ന് താഴെയുള്ളതായ വാക്യങ്ങളിൽ മുഴുവനായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ അനേക കാര്യങ്ങൾ. അതിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങളും ഒന്ന് രണ്ട് ഉത്തരങ്ങളും എന്ന നിലയിൽ ഇവിടെ ചില വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. എനിക്ക്, ആ വാക്ക് വിട്ടുപോകരുത്. എനിക്ക് പുരോഹിതനായി തിരഞ്ഞെടുത്തു. അത് ദൈവം ചെയ്തപ്പോൾ നമുക്കറിയാവുന്നതുപോലെ, നാം ചിന്തിച്ചിരിക്കുന്ന പോലെ അത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല. ദൈവം അങ്ങനെ ചെയ്തു. നമ്മുടെ അയോഗ്യതയെ കണ്ടിട്ടും നാം അയോഗ്യരാണെന്ന് ബോധ്യമായിട്ടും ദൈവം അത് ചെയ്തു. എന്നാൽ 29-ാമത്തെ വാക്യം നോക്കുക. തിരുനിവാസത്തിൽ അർപ്പിപ്പാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ള എന്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എന്റെ ജനമായ ഇസ്രായേലിന്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ കൊഴിപ്പിപ്പാൻ തക്കവണ്ണം നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്തത് എന്ത്? ഞാൻ എനിക്കായി തെരഞ്ഞെടുത്തിട്ട്, പ്രിയപ്പെട്ടവരെ, ദൈവം പറയുന്നു ഞാൻ എനിക്കായി തെരഞ്ഞെടുത്തിട്ട്. ഇപ്പം എന്താ സംഭവിച്ചത്? നീ നിനക്കായിട്ടത് മാറ്റി. ഞാൻ കഴിഞ്ഞ പല ദിവസങ്ങളായി ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പറയുകയാണ്, ഈ വേദഭാഗത്തിന്റെ മുമ്പിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ മുട്ടുവിറയ്ക്കുവാനിടയായി. കഴിഞ്ഞ ചില ദിവസങ്ങളായി ഈ വിഷയം മനസ്സിലാക്കുവാൻ, ശ്രദ്ധിപ്പാൻ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ എൻ്റെ ഭാഗത്തുള്ള വാസ്തവമായ കുറവുകളെ ദൈവാത്മാവ് എൻ്റെ മുമ്പാകെ വെളിപ്പെടുത്തി തരുവാനിടയായി തീർന്നു. ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നതായ ഈ സ്ഥാനത്ത് നാം എത്രത്തോളം വിശ്വസ്തരാണ്. ദൈവത്തിന്റെ മന്ദിരത്തെ പണിയുന്നു എന്നുള്ള നിലയിൽ എന്റെയും നിങ്ങളുടെയും വിശ്വസ്തതയെ സൂക്ഷ്മമായിട്ട് ദൈവം നോക്കിക്കാണുകയാണ്. ഇവിടെ പറഞ്ഞ ഈ വാക്കിനും നമുക്ക് അങ്ങനെയല്ലേ മനസ്സിലാകുന്നത്? തിരുനിവാസത്തിൽ അർപ്പിപ്പാൻ
ഞാൻ കൽപ്പിച്ചിട്ടുള്ള എന്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എന്റെ ജനമായ ഇസ്രായേലിന്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ കൊഴിപ്പിപ്പാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങളിലേക്ക് എന്നുള്ളതാക്കുന്ന ആശയോടെ വരികയാണ്. നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്തത് എന്ത്? ഇനി പുതിയ നിയമത്തിൽ വായിച്ച വാക്യത്തിലേക്ക് വരാം. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി ദൈവത്തിനായി ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ എനിക്കായി, അഥവാ ദൈവത്തേക്കാൾ, ആ വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്, എന്നേക്കാൾ ഞാൻ ഇവിടെ മക്കളുടെ ബന്ധത്തിലാണ് വായിക്കുന്നത്. എന്നാൽ നമുക്കവിടെ ആണിലേ ചിന്തിക്കണമെന്നില്ല, മക്കളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്നേക്കാൾ മറ്റ് പലതിനെയും ബഹുമാനിപ്പാൻ, ആ വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ആ ആദരവ്, ആ ബഹുമാനം, അത് കൊടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഭാരം എത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ! ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഭാരം. എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ച ശുശ്രൂഷ അത് ദൈവിക ശുശ്രൂഷയാണ്, ദൈവത്തിനായി ഉള്ളതാണ്. അതിനോടുള്ള ബന്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നതായ വാക്കുകൾ എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ട് താല്പര്യമുണ്ട്. ഈ ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകത്തിൽ തന്നെ ധാരാളം വാക്കുകളുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ എന്റെ ശ്രദ്ധ പോയത് മറ്റൊരു വാക്യത്തിലേക്കാണ്. ഈ വിഷയം തന്നെയാണ്. നമുക്ക് സംഭവിച്ചു പോയ പരാജയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ ഒരു പ്രധാനപ്പെട്ടതായ വാക്യം എസ്രയുടെ പുസ്തകം 9-ാമത്തെ അധ്യായം. എസ്രയുടെ പുസ്തകം 9-ാമത്തെ അധ്യായം. നമുക്ക് സംഭവിച്ചു പോയ പരാജയത്തെ ഈ പുസ്തകത്തിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. എസ്രയുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നതാണ് നമുക്ക് ആദ്യം സംഭവിച്ചു പോയത്. എന്താണ് ആ വാക്ക്? 9-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം, അവരുടെ പുത്രിമാരെ അവർ തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കും ഭാര്യമാരായി എടുത്തത് കൊണ്ട്. അടുത്ത ഒരു വാക്ക് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നുപോയി. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ഒന്ന് വരാം. ദൈവത്തിന്റെ മന്ദിരത്തെ പണിയുവാനായിട്ട് ഉള്ള ശുശ്രൂഷ ദൈവം നമ്മെ ഏൽപ്പിച്ചു. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതിനകത്ത് സംഭവിച്ചത് എന്താണ്? ദേശനിവാസികളോട് അല്ലെങ്കിൽ ദേശത്തോട് ഇടകലർന്നു പോയ ഒരു ജീവിത അനുഭവം. ഇടകലർന്നു പോയി. ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവർ, ദൈവിക ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടവർ, ഞാൻ എനിക്ക് പുരോഹിതനായി ഞാൻ തെരഞ്ഞെടുത്തു. ഇവിടെ ദേശനിവാസികളോട് ഇടകലർന്നു പോയി. ഒരു മിക്സഡ് ജനറേഷൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയും ആത്മീക ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ ഇത് തന്നെയല്ലേ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു പോയത്? ഇടകലർന്നു പോകുന്ന ഒരനുഭവം. ഇടകലർന്നു പോയാൽ സംഭവിക്കുന്നത് എന്താണ്? തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്തതായിരിക്കുന്ന ഒരവസ്ഥ നമ്മിലേക്ക് ഉണ്ടായി വരും. തമ്മിൽ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. ഒരു മിക്സഡ് ജനറേഷൻ. അവിടെ എഴുതിയിരിക്കുന്ന പദപ്രയോഗത്തിന് വളരെ ഗൗരവമുള്ളതാണ്. വിശുദ്ധ സന്തതി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വിശുദ്ധ സന്തതി. ആ
ആ വിശുദ്ധ സന്നദ്ധി ഇടകലർന്നു പോയിട്ട് ഇന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ വണ്ണം വികലമായ നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു. ഞാൻ മറ്റൊരു വാക്ക് അവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് 9-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എസ്രയുടെ പുസ്തകം 9-ാം അധ്യായത്തിന് 8-ാം വാക്യം വായിക്കുമ്പോൾ, ഇപ്പോഴോ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണം എന്ന് വെച്ചാൽ സംഭവിച്ചു പോയത് ആത്മീകമായ അന്ധതയിലേക്ക് പോയി. പക്ഷെ ഇരുട്ടിലാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇരുട്ടും വെളിച്ചവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. ലവോദിക്ക കാലവിനോട് ബന്ധപ്പെട്ടും ഇത് തന്നെയാ കാണാൻ കഴിയുന്നത്. തങ്ങൾ നഗ്നരായിരിക്കുന്നു, വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, തങ്ങൾ നഗ്നരാണ്. പക്ഷെ നഗ്നരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതെന്തൊരവസ്ഥയാണത്? അതെത്രമാത്രം ഗൗരവമേറിയ കാര്യമായിട്ടാണ് കാണുന്നത്. കുരുടരാണ്, കാഴ്ചയില്ല. അവരെയാണല്ലോ കുരുടെന്ന് വിളിക്കുന്നത്. പക്ഷെ ഈ കുരുട്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അന്ധനായിരിക്കുന്നു എന്നുള്ള ആ ശരിയായ അവസ്ഥയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, തിരിച്ചറിയാൻ കഴിയാത്തതായിരിക്കുന്ന അവസ്ഥ. ഇപ്പൊ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലെയും വാക്കുകൾ തമ്മിൽ എത്ര വ്യക്തമായിട്ടാണ് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. ആത്മീയ അന്ധതയിലേക്ക് പോയി, പക്ഷെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. ഞാൻ വളരെ പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. അടുത്തൊരു പദപ്രയോഗമുണ്ട്. 9-ാം അധ്യായത്തിന് തന്നെ 8-ാമത്തെ വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു, ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതിനും ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങൾക്ക് കുറഞ്ഞൊരു ജീവശക്തി നൽകേണ്ടതിനും. കുറഞ്ഞൊരു ജീവശക്തി. എന്താ അത്? എന്താ ജോസുമാനെ കുറഞ്ഞൊരു ജീവശക്തി? ജോസുമാണ്ടാവുമ്പോ എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാമല്ലോ. കുറഞ്ഞൊരു ജീവശക്തി. കുറഞ്ഞൊരു ജീവശക്തി എന്ന് പറഞ്ഞാൽ അതിനെയാണ് റിവൈവൽ എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഉണർവ് നഷ്ടപ്പെട്ടു പോയി, ആത്മീക ഉണർവില്ലാതെ പോയി, മരിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ആക്ച്വലി മരിച്ചവരായിരുന്നു, എന്നാൽ വീണ്ടും ജീവിപ്പിച്ചു. ഇപ്പോൾ ആത്മീകമായ അന്ധതയിലേക്ക്, തിരിച്ചറിയാൻ കഴിയാത്തതായിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. റിവൈവൽ, ഉണർവ് നഷ്ടപ്പെട്ടു പോയി, ഉണർവില്ലാത്തതായ ഒരു അനുഭവം. ദൈവിക ശുശ്രൂഷയിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ളതായ കാര്യം. ദൈവം നോക്കിക്കാണുന്നത് എന്താണ്? കുറഞ്ഞൊരു ജീവശക്തിയുള്ള ഒരു കൂട്ടം ജനം, എന്ന് വെച്ചാൽ റിവൈവൽ, ഉണർവുള്ളതായിരിക്കുന്ന ജനത്തെ ആ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് അങ്ങനെയാണ് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മിൽ അത് കാണാൻ കഴിയാതെ പോയിരിക്കുന്നു എന്നുള്ളത് ആ തിരിച്ചറിവ് നമ്മെ ഭരിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷയിൽ നാം അവിശ്വസ്തരാകാനായിട്ട് പാടില്ല. ഒരു വാക്കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. 9-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നോക്കി. എസ്രയുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ നീതിമാൻ, ഞങ്ങളോ ഇന്നുള്ളതുപോലെ തെറ്റി ഒഴിഞ്ഞ ഒരു ശേഷിപ്പത്രേ. അടുത്ത വാക്ക് നോക്കിയേ. ഞങ്ങളുടെ പാതകത്തോടുകൂടെ ഇതാ ഞങ്ങൾ നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. അതു നിമിത്തം, ഞങ്ങളുടെ പാതകം നിമിത്തം നിന്റെ മുമ്പാകെ നിൽപ്പാൻ ആർക്കും കഴിവില്ല. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം നമ്മെ കൊണ്ട് എത്തിച്ചിരിക്കുന്ന അതിഭയാനകമായ ഒരു അനുഭവത്തെയല്ലേ ഇവിടെ ദൈവാത്മാവ് നമ്മുടെ മുമ്പാകെ കൊണ്ടുവരുന്നത്. നിങ്ങൾ മറന്നു പോകരുത്. 5 വാക്കുകൾ. പഴയ നിയമത്തിൽ ഞാൻ ഒരു വാക്കേ വായിച്ചുള്ളൂ. ഇനി പല വാക്കുകളുണ്ട്, പക്ഷെ എല്ലാ ഭാഗത്തേക്കും പോകാൻ നമുക്ക് ഉദ്ദേശിക്കുന്നില്ല. ഈ 5 വാക്കുകൾ ഒന്ന് ഓർത്തിരിക്കാമോ? ദൈവത്തിന്റെ ശുശ്രൂഷകൻ, ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകൻ. 3,
സുവിശേഷത്തിന്റെ ശുശ്രൂഷകൻ. 4, സഭയുടെ ശുശ്രൂഷകൻ. ആ ശുശ്രൂഷയിൽ ഒന്നും കൂടെ ഒന്ന് എന്താ വേണ്ടേ, ഒരു ക്ലാരിഫിക്കേഷൻ നടത്തിയിട്ട് പിതാവായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം ഏലിയോട് ബന്ധത്തിൽ പറയാണ്, ഞാൻ എനിക്ക് പുരോഹിതനായിട്ട് പുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാക്യം ഞാൻ വായിപ്പിക്കുന്നില്ല, നമുക്കറിയാവുന്ന വാക്യമാണ്. 1 പത്രോസ് 2-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യം. നിങ്ങളോ എന്താ അവിടെ വായിക്കുന്നത്? അത്ഭുത പ്രകാശത്തിലേക്ക്, അന്ധകാരത്തിനും അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. രാജകീയ പുരോഹിത വർഗം, ഞാനായിട്ട് എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത പുരോഹിതൻ. പ്രിയപ്പെട്ടവരെ, നാം എത്രമാത്രം വിശ്വസ്തരാണ്. ഈ ഭാഗത്തുള്ള പല വാക്കുകൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. പക്ഷെ ഞാൻ അതെല്ലാം വായിക്കുവാനായിട്ട് ഇന്ന് രാത്രിയിൽ താല്പര്യപ്പെടുന്നില്ല. ഇവിടെ ഈ വിശ്വസ്തത കാണാതെ വന്നപ്പോൾ ഏലിയോട് ദൈവം പറയുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട്. അത് 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാം. എന്നേക്കാൾ ബഹുമാനിക്ക് എന്തെങ്കിലും ചെയ്തെന്നാണ് ചോദ്യം. എന്നേക്കാൾ ദൈവം ആഗ്രഹിക്കുന്ന, ദൈവാത്മാവ് പ്രതീക്ഷിക്കുന്നതായ ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് എന്നേക്കാൾ എന്ന് വെച്ചാൽ എന്റെ സ്ഥാനം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ താല്പര്യപ്പെടാത്തതായ ദൈവം ഈ സ്ഥാനം, അതിന്റെ ഗൗരവം മനസ്സിലാക്കുവാൻ തന്നെ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. എന്നിട്ട് എന്നേക്കാൾ മക്കളെ ബഹുമാനിച്ചത് എന്തെന്നാണ് ഏലിയോട് ചോദിച്ചത്. എന്നിട്ട് ദൈവം പറഞ്ഞെന്താണെന്നറിയാമോ? ആകയാൽ 30-ാമത്തെ വാക്യം. ആകയാൽ, അതായത് 1 ശമൂവേൽ 2-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യം. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു. നിശ്ചയം ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നത്, അങ്ങനെ ഒരിക്കലും ആവില്ല. ദൈവം വാക്കുമാറ്റുമോ? ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ എനിക്ക് എന്നെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ബാക്കി എല്ലാവരുടെയും പേരുകളാണ് കാണുന്നത്. അതുകൊണ്ട് ചോദിക്കാൻ നിർവാഹമില്ല. ദൈവം വാക്ക് മാറ്റുമോ? നമ്മുടെ ദൈവത്തെക്കുറിച്ച് എന്താ വാക്ക്? അവൻ വാക്കുമാറാത്തവനെന്നല്ലേ? എന്നാൽ ഇവിടെ ഏലിയോട് ബന്ധത്തിൽ എന്താ നാം വായിച്ചത്? ദൈവം പറഞ്ഞ കാര്യം ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ദൈവം തിരിച്ചെടുത്തിരിക്കുന്നു. ദൈവം പറഞ്ഞ കാര്യം ദൈവം തിരിച്ചെടുത്തിട്ട് പറയാണ്, എന്നാൽ ഇനി അങ്ങനെ ആവില്ല. ഇനി അങ്ങനെ ആവുള്ളൂ. അവിടെ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? അങ്ങനെ ഒരിക്കലും ആവില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. ഈ വാക്യത്തിന് 2 ഭാഗങ്ങളാണുള്ളത്. നാം എല്ലാവരും ഇഷ്ടപ്പെടുന്ന അതിൻ്റെ 1-ാമത്തെ ഭാഗമാണ്. അതിൻ്റെ 1-ാമത്തെ ഭാഗം വാക്യ ബോർഡുകളാക്കി നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നാം സൂക്ഷിച്ചിട്ടുമുണ്ട്. അത് വളരെ അനുഗ്രഹീതമായ ഒരു പ്രയോഗം തന്നെയാണ്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ആ വാക്യം തീരുന്നില്ല. ആ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗവും അതിനേക്കാൾ ഗൗരവമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിക്കുന്നത്. എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായിത്തീരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശുശ്രൂഷകൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ, ദൈവത്തിന്റെ താല്പര്യപ്രകാരം തന്നെ നിവർത്തിപ്പാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ ദൈവം പറഞ്ഞതായിരിക്കുന്ന വാക്കുകളെ പോലും പിൻവലിക്കുവാൻ ദൈവത്തിന് താല്പര്യമുണ്ടാകും.
ദൈവത്തിന് നിരത്തി വെക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടെന്നേ. നമുക്കൊരു കാരണവുമില്ല. ഞാൻ എന്തുകൊണ്ട് ഇത് മാറ്റി പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ദൈവത്തോട് ചോദിച്ചാൽ, ദൈവത്തിന് പറയാൻ വാക്കുകളുണ്ട്. എന്താ ദൈവം പറയുന്നത്? എന്റെ യാഗപീഠത്തിൽ കയറുവാൻ, എഫോദ് ധരിക്കുവാൻ, പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ എനിക്കായി നിന്നെ തെരഞ്ഞെടുത്തു. പക്ഷെ നീ എന്താ ചെയ്തത്? നീ ചെയ്തത് എന്നേക്കാൾ നിന്റെ മക്കളെ ബഹുമാനിച്ചു. അപ്പൊ ദൈവം പറയാണ്, ഞാൻ എൻ്റെ വാക്ക് മാറ്റിപ്പറയാനായിട്ട് താല്പര്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ആർഗ്യുമെന്റിന് പോയാൽ ദൈവത്തിന് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളും വാസ്തവമായി തിരിച്ചറിയണം. ദൈവത്തിന് ചിലത് പറയാൻ ഉണ്ട്. നമുക്ക് ബലഹീനത എന്ന് പറഞ്ഞോ, നമ്മുടെ അറിവില്ലായ്മ എന്ന് പറഞ്ഞോ, നാം ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞോ ഒക്കെ തള്ളിക്കളയാനുള്ള കാരണങ്ങളാണെങ്കിൽ ദൈവത്തിന് കാരണങ്ങൾ നിരത്തി വെക്കുവാനുണ്ട്. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായിട്ട് തീരും. ഇവിടെ 31 മുതൽ 34 വരെയുള്ളതായ വാക്യങ്ങൾ വായിച്ചാൽ ദൈവത്തിന്റെ ഈ വിഷയത്തിലുള്ള ഹൃദയത്തിന്റെ തുടിപ്പ് കാണാനായിട്ട് കഴിയും. ആ ഹൃദയത്തിന്റെ ആവേശത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ വിശദീകരിക്കാതെ അതിൻ്റെ വാക്കുകൾ മാത്രം ഒന്ന് വായിച്ചു പോകട്ടെ. നിന്റെ ഭവനത്തിൽ ഒരു വൃദ്ധനും ഉണ്ടാകാതെ വണ്ണം ഞാൻ നിന്റെ ഭുജവും നിന്റെ പിതൃഭവനത്തിന്റെ ഭുജവും തകർത്ത് കളയുന്ന നാളുകൾ ഇതാ വരുന്നു. അയ്യോ, ഈ വാക്കിന്റെ ഗൗരവം ഇന്ന് രാത്രിയിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമോ എന്റെ വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ? എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞെന്നറിയാമോ? നാം ഓരോരുത്തരും ഒരു ദൈവിക ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ആയിരിക്കുന്നത്. വിശുദ്ധ മന്ദിരത്തെ പണിയുന്ന ദൈവിക ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന് ഹിതകരമല്ലാത്തതായ നിലയിൽ, ദൈവം പ്രസാദിക്കാത്തതായ നിലയിലാണ് ആ ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ ദൈവാത്മാവ് പറയുകയാണ്, എന്ത്? അതായത് നിന്റെ ഭവനത്തിൽ ഒരു വൃദ്ധനം ഉണ്ടാകാതെ വണ്ണം ഞാൻ നിന്റെ ഭുജവും നിന്റെ പിതൃഭവനത്തിന്റെ ഭുജവും തകർത്ത് കളയുന്ന നാളുകൾ ഇതാ വരുന്നു. ഓ അരികെ വാതുക്കൽ ഇതാ വരുന്നു. ആ നാശത്തിന്റെ ദിവസങ്ങൾ, ആ ന്യായവിധിയുടെ ദിവസങ്ങൾ. ഇത് കണ്ടിട്ടായിരിക്കാം പത്രോസ് ചോദിച്ചത്, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായോ? അത് നമ്മിൽ തുടങ്ങിയാൽ സുവിശേഷം അനുസരിക്കാത്തവന്റെ ഗതി എന്തായിത്തീരും എന്ന് പത്രോസ് ചോദിച്ച ഒരു പക്ഷെങ്കിൽ ഈ വാക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം. ഇതാ വരുന്നു ആ ദിവസങ്ങൾ. തീർന്നില്ല, അടുത്ത് എന്താന്ന് നോക്കി എഴുതിയിരിക്കുന്നത്? ഇതാ വരുന്നു, ഇസ്രായേലിന് ലഭിപ്പാനുള്ള എല്ലാ നന്മകളുടെയും മധ്യത്തിൽ നീ തിരുനിവാസത്തിൽ ഒരു പ്രതിയോഗിയെ കാണും. നിന്റെ മുമ്പാകെ ഇതാ ഒരു പ്രതിയോഗിയെ ദൈവം വെക്കുന്നു. നിന്റെ മുമ്പാകെ ഒരു പ്രതിയോഗി. അയ്യോ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ വാക്കുകളൊന്നും വിശദീകരിക്കാനായിട്ട് കഴിയുന്നില്ല. ഈ വാക്കുകളുടെ ഗൗരവം നമ്മെ വാസ്തവമായി തകർത്ത് കളയേണ്ടതാണ്. ഇത് ദൈവത്തിന്റെ വാക്കുകളാണ്. ദൈവവചനത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതാ ദൈവം ഒരു പ്രതിയോഗിയെ എഴുന്നേൽപ്പിക്കുകയാണ്. ഒരു പ്രതിയോഗിയെ, നിനക്ക് മുന്നായി ഒരു പ്രതിയോഗി. ഈ വാക്ക് പല ഭാഗങ്ങളുണ്ട്, പല ഭാഗങ്ങൾ. എന്റെ സമയം ഇവിടെ തീർന്നുകൊണ്ട് ഞാൻ ആ വാക്യങ്ങളൊന്നും ഇനി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. പ്രതിയോഗി എന്നാക്കുന്ന ആ വാക്ക് മാത്രം കണ്ടുപിടിച്ചാൽ മതി. പല വിഷയത്തിൽ പലരോടുള്ള ബന്ധത്തിൽ ആ വാക്ക് കാണാണ്ട് കഴിയുന്നുണ്ട്. ഏറ്റവും ഗൗരവമായി ഇതുപോലെ തന്നെ രേഖപ്പെടുത്തുന്ന മറ്റൊരു കഥാപാത്രമാണ് ദാവീദിന്റെ മകനാകുന്ന ശലോമോന് ഉണ്ടായിരുന്ന ആ ജീവിതാനുഭവങ്ങളെ മുൻനിർത്തി പറയുമ്പോഴും, നിനക്കെതിരായിട്ടൊരു പ്രതിയോഗി, നീ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നെങ്കിൽ നിനക്കിതാ നിന്റെ മുമ്പിൽ ഇതാ ഒരു പ്രതിയോഗിയെ ഞാൻ എഴുന്നേൽപ്പിച്ചിരിക്കുന്നുവെന്ന്
നാം ശലോമോൻ ബന്ധത്തിൽ പഴയ നിയമത്തിൽ വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ഇതാ ഏലിയോട് പറയാണ്, ഒരു പ്രതിയോഗിയെ എഴുന്നേൽപ്പിക്കുന്നു. നിന്റെ ഭവനത്തിൽ ഒരു നാളും ഒരു വൃദ്ധൻ ഉണ്ടാകുകയില്ല. 2 പ്രാവശ്യം ആ വാക്ക് പറഞ്ഞു. നിന്റെ കണ്ണ് ക്ഷയിപ്പാനും നിന്റെ ഹൃദയം വശനിപ്പാനും ഞാൻ നിന്റെ ഭവനത്തിൽ ഒരുത്തിനെ എന്റെ യാഗപീഠത്തിൽ ചലിച്ചു കളക്കാതെ വെച്ചേക്കും. നിന്റെ ഭവനത്തിലെ സന്താനമൊക്കെയും പുരുഷപ്രായത്തിൽ മരിക്കും. നിന്റെ 2 പുത്രന്മാരായ ഹോഫ്നിക്കും വിനോഹാസം സംഭവിക്കാനിരിക്കുന്നത് നിനക്കൊരു അടയാളമാകും. അവർ ഇരുവരും ഒരു ദിവസത്തിൽ തന്നെ മരിക്കും. എന്നാൽ 35-ാമത്തെ വാക്യത്തിൽ ദൈവാത്മാവ് കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്താ പറയുന്നത്? എന്നാൽ എൻ്റെ പ്രസാദവും എൻ്റെ ഹിതവും അനുഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും. അപ്പോൾ ഒരു വാക്ക് ഇവിടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? വർഗീസ് ബ്രദറെ, എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? മ്യൂട്ടായത് കേൾക്കുന്നുണ്ടോ? എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? 2 വാക്കുകൾ അവിടെയുണ്ട്. 2 വാക്കുകൾ. എൻ്റെ പ്രസാദവും എൻ്റെ ഹിതവും അനുഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും. ഇതേ വാക്ക് ആവർത്തിച്ചു. ഞാൻ എനിക്ക് പുരോഹിതനായി തെരഞ്ഞെടുത്തു. 35-ാം വാക്യത്തിലും അതേ വാക്ക്, ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും. ഇന്ന് രാത്രിയിൽ നാം ഈ വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് വിശുദ്ധ മന്ദിരത്തെ പണിയുന്ന ശുശ്രൂഷയുടെ മധ്യത്തിലാണ് ഞാനും നിങ്ങളും എന്ന വാസ്തവമായ തിരിച്ചറിവ് ഒന്നാമതായി നമ്മെ ഭരിക്കട്ടെ. കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു. എന്നിലും നിങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. ദൈവം അത് വെളിപ്പെടുത്തി. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നിങ്ങളും അങ്ങനെ തന്നെ. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാണ്. നിങ്ങളും അങ്ങനെ തന്നെ. ആ വിശുദ്ധ മന്ദിരത്തെ പണിയുമ്പോൾ വിശുദ്ധീകരണത്തിന്റെ അനിവാര്യത അത്യന്താപേക്ഷിതമായ ഘടകമാണ്. ആ വിശുദ്ധ മന്ദിരത്തെ പണിയുമ്പോൾ മാനസാന്തര അനുഭവം അതൊരു അഭിവാജ്യ ഘടകമാണ്. നാം അത് ഓർക്കുകയുണ്ടായി. മാനസാന്തര അനുഭവം. ഇപ്പോൾ നാം ചിന്തിച്ചു, ആ വിശുദ്ധ മന്ദിരത്തെ പണിയുന്ന ദൈവീക ശുശ്രൂഷയാണ്. ആ ദൈവിക ശുശ്രൂഷയിലെ വിശ്വസ്തത അത് അതീവ പ്രാധാന്യം ഉളവാക്കുന്നു. പ്രാധാന്യം നമ്മുടെ മുമ്പിലേക്ക് ഓർമ്മിപ്പിക്കുന്നു എന്നുള്ള സത്യം ഞാനും നിങ്ങളും വാസ്തവമായിട്ട് തിരിച്ച് അറിയേണ്ടിയിരിക്കുന്നു. ഈ വാക്കുകൾ തീർന്നിട്ടില്ല. ഈ 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗവും 3-ാമത്തെ അധ്യായവും ചേർത്ത് ചിന്തിച്ചാൽ ഒരുപാട് ആത്മീയ സത്യങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ തന്നെ അത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. 35-ാമത്തെ വാക്യത്തിൽ എൻ്റെ പ്രസാദവും ഹിതവും അനുഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും. അങ്ങനെ എഴുന്നേൽപ്പിച്ചോ? ദൈവം എഴുന്നേൽപ്പിച്ചു. ആരെയാണ് എഴുന്നേൽപ്പിച്ചത്? ശമൂവേലിനെയാണ് എഴുന്നേൽപ്പിച്ചത്. ശമൂവേൽ ദൈവമുമ്പാകെ വിശ്വസ്തനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും. ദാൻ എന്ന് പറഞ്ഞത് വടക്കേ അറ്റത്തുള്ള പട്ടണമാണ്. ബേർശേബ എന്നുള്ളത് തെക്കേ അറ്റത്തുള്ള ഒരു പട്ടണമാണ്. ഇസ്രായേലിന്റെ മാപ്പ് നോക്കിയാൽ ആ വാക്ക് കാണാൻ കഴിയും. വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എല്ലാ ഇസ്രായേലും. അവിടുത്തെ പ്രയോഗം എങ്ങനെയാണ്? എല്ലാ ഇസ്രായേലും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. അറിഞ്ഞു എന്നല്ല, ഗ്രഹിച്ചു. 2-ാം അധ്യായത്തിന് 35-ാമത്തെ വാക്യത്തിൽ എന്നാൽ എൻ്റെ പ്രസാദവും ഹിതവും അനുഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും.
ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും. ദൈവം എന്ത് ചെയ്തു? ദൈവം എഴുന്നേൽപ്പിച്ചു. ഒരു വിശ്വസ്ത പ്രവാചകൻ, ഒരു വിശ്വസ്ത പുരോഹിതനെ ദൈവത്തിനായിട്ട് എഴുന്നേൽപ്പിക്കും. നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം എന്താണ് പ്രിയപ്പെട്ടവരെ? വിശുദ്ധ മന്ദിരത്തെ പണിയുന്നു എന്നുള്ള വാസ്തവമായ തിരിച്ചറിവ് നമ്മുടെ ഹൃദയങ്ങളെ മതിക്കുവാനും, ആ മതിക്കുന്ന ചിന്തയിൽ ദൈവത്തിനു വേണ്ടി, ആ വാക്ക് വിട്ടുപോകരുത്, ദൈവത്തിനു വേണ്ടി ഫലകരമായ നിലയിൽ, ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ ദൈവത്തെ ശുശ്രൂഷിച്ചുകൊണ്ട് ദൈവഭക്തിയുള്ള ഒരു ജീവിതം, അതാണ് നമ്മെ ഏറ്റവും സംബന്ധിച്ച് നാം ആഗ്രഹിക്കേണ്ടതും നമ്മെ സംബന്ധിച്ച് ഏറ്റവും അത്യന്താപേക്ഷിതമായ വിഷയം അത് തന്നെയാണ്. ദൈവഭക്തിയുള്ള ഒരു ആത്മീയ ജീവിതം ജീവിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സർവാത്മന സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരത്തിന് വീണ്ടും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ ഹൃദയംഗമായ നന്ദിയെ ദൈവത്തിന് മക്കളുടെ മുമ്പാകെ അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലും ഈ കഴിഞ്ഞ 4 ക്ലാസ്സിലും ദൈവത്തിന് മനസ്സെത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും, അനേക പ്രിയപ്പെട്ടവർ യൂട്യൂബിൽ ഇത് കണ്ടിട്ടുണ്ട്, ചിലരെയൊക്കെ കാര്യങ്ങൾ ഞാൻ കാണുവാനിടയായി, അനേക പ്രിയപ്പെട്ടവർ ക്ലാസ് ശ്രദ്ധിപ്പാൻ ഇടയായി തന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ വീണ്ടും ശുശ്രൂഷയിൽ ഉൾപ്പെടുവാൻ, വിശ്വസ്തയോടെ നിർവഹിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ ദൈവമുമ്പാകെ പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.